ലൈവിലേക്ക് ഹൃദ്യമായിട്ടുള്ള സ്വാഗതം അരുളുന്നു. ഇന്നലെ നബിയുടെ പിതൃത്വത്തെ കുറിച്ചിട്ട് ഞാനൊന്ന് പരാമർശിച്ചിരുന്നു. അതിന് തന്നെ തെറിവിളി. അർജുൻ ടീച്ചറെ ഷെഫീന ക്യാഷ് കടം മേടിച്ച് പഠിച്ചിട്ടുണ്ടോന്ന് മനസ്സിലായില്ല. എന്താണ് അർജുൻ ഉദ്ദേശിച്ചത്? എന്താണ് അർജുൻ അറിയേണ്ടത്? വ്യാകരണ പിശകുകളാണല്ലോ എല്ലാം സുഹൃത്തെ. കൃത്യമായിട്ടാണ് ചോദ്യം ചോദിക്കുന്നതെങ്കിൽ ഉത്തരം കൃത്യമായിട്ട് തന്നെ പറയാം. അപ്പൊ ഇന്നലെ പ്രവാചകന്റെ പിതൃത്വത്തെ സംബന്ധിച്ച് ഒന്ന് സൂചിപ്പിച്ച് പോയപ്പോഴേക്ക് തന്നെ ഭയങ്കരമായ കുരുപൊട്ടൽ. ഇന്ന് യൂട്യൂബോളികൾ എല്ലാവരും കൂടി എന്നെ വന്ന് പൊങ്കാല ഇടുന്നുണ്ടായിരുന്നു. റിനി ഹായ്. നബിയുടെ വാപ്പയെ കുറിച്ച് ചോദിച്ചപ്പോൾ എന്നെ പൊങ്കാല ഇടുന്നത് എന്തിനാടാ? എനിക്ക് വാപ്പയുണ്ട്, എനിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഉമ്മയും ഉണ്ട്. അപ്പോ എനിക്കതിന്റെ ടെൻഷനും ഇല്ല. എന്നെ ആരും കുന്നിൻ ചെരുവിലെ ഈത്തപ്പനെ എന്ന് വിളിച്ചിട്ടുമില്ല. ഇതുവരെ വിളിക്കാനുള്ള സാഹചര്യം തന്ത ഉണ്ടാക്കിയിട്ടുമില്ല. ഇനി ഒരു കാര്യവും കൂടി നമ്മുടെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. ഒരു കാര്യവുമില്ലാതെ ആരും ആരെയും വിമർശിക്കില്ല. ചുമ്മാ ഇരുന്ന അടുത്ത് പറയില്ലേ, വേലിയിലിടുന്ന പാമ്പിനെ എടുത്ത് വേണ്ടാത്തടത്ത് വെച്ചു എന്ന് പറയുന്നത് പോലെ നിങ്ങള് യേശുവിന്റെ തന്തയെ തപ്പിപ്പോയപ്പോൾ നിങ്ങൾക്ക് പണി കിട്ടിയതാണ് സുഹൃത്തുക്കളെ. പണി പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ കാറിൽ ബ്ലൂടൂത്ത് സ്പീക്കർ ഇരിക്കും, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ യേശു പിഴച്ചുപറ്റ സന്തതിയാണ് എന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ അവർക്കും തോന്നി, ശരി എന്നാ പിന്നെ നമ്മുടെ മമ്മദണ്ണൻ ഒരു വാപ്പ വേണമല്ലോ എന്നവർക്ക് തോന്നി. അതിനിപ്പോ അവരെ കുറ്റം പറയാം കുറ്റം പറയാൻ പറ്റുമോ? ഓട്ടെ. ഒരാള് ജനിക്കുന്നത് എപ്പോഴാണ് എന്നറിയില്ല, ഇനി അറിയാം. അയാൾ മഹാനാകുമോ എന്നറിയില്ല, അതുകൊണ്ട് രേഖപ്പെടുത്തിയില്ല, സമ്മതിക്കുന്നു. മരണമെങ്കിലും മര്യാദയ്ക്കൊന്ന് എഴുതി രേഖപ്പെടുത്തണ്ടേ? മരണമെങ്കിലും രേഖപ്പെടുത്തി വെക്കണ്ടേ? അതും രേഖപ്പെടുത്തി വെച്ചില്ല. അതുകൊണ്ടാണ് നമുക്കിത് വീണ്ടും വീണ്ടും നിങ്ങളോട് ചോദിക്കേണ്ടി വരുന്നത്. അതായത് അറേബ്യൻ കാലഘട്ടം നമ്മൾ മനസ്സിലാക്കുന്നു. ആ കാലഘട്ടത്തില് അന്ന് എഴുത്തുകുത്തുകളൊന്നുമില്ല. ഒരു പക്ഷേ അവർക്കിതൊന്നും രേഖപ്പെടുത്തി വെക്കാൻ പറ്റിയെന്നു വരില്ല. മരണവും 3-4 പേരാണ് രേഖപ്പെടുത്തിയത്, 3-4 സംഖ്യകളായിട്ട്. പോട്ടെ, ജനനവും അതുപോലെ തന്നെ. 6-ാം നൂറ്റാണ്ടില് എന്നാ ഞാൻ ഇങ്ങ് എടുത്തെന്ന് തോന്നുന്നു, എവിടെ കൊണ്ടുവച്ചെന്നറിയില്ല. 6-ാം നൂറ്റാണ്ടില് വേണ്ട, ഗോത്രങ്ങളായി വിഭജിക്കപ്പെട്ട ഒരു സമൂഹം അവിടെ നടുവ് വെച്ചിട്ടുണ്ട്. പല ഗോത്രങ്ങളായിരുന്നു. അത് ഖുർആൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങളെ പരസ്പരം തിരിച്ചറിയുന്നതിനു വേണ്ടി അള്ളാഹു ഗോത്രങ്ങളാക്കി എന്നാണ് പറയുന്നത്. ശരി, അതിലെ കുലീനമായ ഒരു ഗോത്രത്തിൽ ജനിച്ച ഒരു മനുഷ്യൻ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ തൽക്കാലം. ഇതുവരെ അത്രയും വിശ്വസിച്ചില്ലേ, അപ്പൊ ഇനി അതും വിശ്വസിക്കാം. അവിടെയുള്ള ബഹുദൈവ വിശ്വാസികളെയൊക്കെ കണ്ടപ്പോൾ എന്തോ പോലെ ഒരു വെറുപ്പ് തോന്നി, അതിൽ മനമെടുത്തു. എന്നിട്ട് അദ്ദേഹം വിചാരിച്ചു, ഇനി മുതൽ എനിക്ക് ഒറ്റയ്ക്ക് താമസിക്കണം. ഒറ്റയ്ക്ക് ഏകാന്തവാസം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒന്ന് ഒറ്റയ്ക്ക് ഒന്ന് മാറി ഇരിക്കണം. ചിലപ്പോൾ ദൈവിക വെളിപാടിന് വേണ്ടിയിട്ട് അള്ളാഹു തോന്നിപ്പിച്ചതായേക്കാം. ശരി, എന്ത് ബലായോ ആവട്ടെ, സാരമില്ല. ഞാൻ എടുത്തു എന്നെനിക്കറിയാം, പക്ഷെ നേരെ ഞാൻ പോയത് അടുക്കളയിലേക്കാണ്.
അപ്പോ ഏകാന്തവാസം തെരഞ്ഞെടുക്കുന്നു. ജീവിതത്തിന്റെ അർത്ഥതലങ്ങൾ തേടിയ ഒരു യാത്ര. അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ആ ആരാധനയിൽ ലയിച്ച് ജീവിക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. അന്ന് മക്കയിൽ ഉണ്ടായിരുന്ന എല്ലാ ദൈവങ്ങളെയും, അതായത് 359 ദൈവങ്ങളെയും അടിച്ചു പൊട്ടിച്ചിട്ട് ഒരു ദൈവത്തെ മാത്രം തിരഞ്ഞെടുക്കുന്നു. ആ ദൈവത്തിന് ഒരു പേര് വിട്ടുകൊടുത്തു, അല്ലാഹു, അല്ലോഹു. എന്ത് ബലായവാവട്ടെ, ഇട്ടുകൊടുക്കുന്നു. ഞാൻ അവിടെ അല്ല, അതിനകത്ത് ഓണാക്കാതെ ഇതിനകത്ത് ഓണാകത്തില്ല. അങ്ങനെയാണ് മറ്റ് സമൂഹങ്ങളിൽ അവതരിച്ചിട്ടുള്ള പ്രവാചകന്മാരെ പോലെ തന്നെയാണ് താനെന്ന് പറഞ്ഞത്. മുമ്പുള്ള വേദങ്ങളെ കുറിച്ച് അത്യാവശ്യം അറിവുകളൊക്കെ നമ്മുടെ മുഹമ്മദ് അണ്ണൻ നേടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഏതൊരു കാര്യവും തുടങ്ങുമ്പോൾ ഒന്ന് മയപ്പെടുത്തി പിടിക്കണമല്ലോ. ഇവിടെ ബ്ലൂടൂത്ത് സ്പീക്കർ ഒന്ന് നോക്കോ, ഞാൻ കാറിൽ നിന്ന് എടുത്തിരുന്നു. താത്തയോട് ചോദിക്കുക, ഇതിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒന്ന് തുടയ്ക്കോ, വെള്ളം അതൊന്ന് തുടയ്ക്കോ. അപ്പോ ആ കാലഘട്ടത്തില് അവിടെ വിഗ്രഹാരാധകരുണ്ടായിരുന്നു. ശരി, ആ വിഗ്രഹങ്ങളെ ആരാധിക്കാതിരിക്കാനാണ് പ്രവാചകൻ വിചാരിച്ചിരുന്നതെങ്കിൽ ആ 360 ലോഹവും പെട്ടില്ലേ, അതും അടിച്ചു പൊട്ടിക്കണ്ടായിരുന്നു. എന്താ പൊട്ടിക്കാത്ത? ഇവിടെ വെള്ളം കിടക്കുന്നു, ഒന്ന് തുടയ്ക്കോ. സ്പീക്കർ വെക്കാൻ പറ്റില്ല. മതി. എന്നിട്ട് അല്ല, വിഗ്രഹങ്ങളെ ആരാധിക്കരുതെങ്കിൽ എല്ലാ വിഗ്രഹങ്ങളും അടിച്ചു പൊട്ടിക്കണ്ടേ? എന്തിനാണ് ലാത്തയുടെയും ഉസ്സയുടെയും മനാത്തയുടെയും വാപ്പയെ മാത്രം തിരഞ്ഞെടുത്തത്? ചോദ്യമല്ലേ? അത് ചോദിക്കുമ്പോ നമ്മളെ തെറി വിളിച്ചിട്ട് കാര്യമുണ്ടേ? ഒരു സത്യമല്ലേ അത്? എന്നിട്ട് വലിയ ആള്, ശരി പോട്ടെ. മതം തുടക്കത്തിൽ തന്നെ കടുംപിടുത്തം പിടിച്ചിട്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ കക്ഷിക്ക്. അതുകൊണ്ട് തൽക്കാലം അദ്ദേഹം കുറച്ച് ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും ഒക്കെ പറയാൻ തുടങ്ങി. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം എന്നൊക്കെ പറഞ്ഞ് തൽക്കാലം ഒരു ഉഡായിപ്പിലൂടെ ഈ മതത്തെ ഒന്ന് വളർത്താൻ ശ്രമിച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ല, നിങ്ങൾക്കിനി വിഗ്രഹങ്ങളെ ആരാധിക്കണോ? ആയിക്കോ, പക്ഷേ നീ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കില്ല കേട്ടോ. ശരി, നിങ്ങൾ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിച്ചോ, ഞാൻ ആരാധിക്കുന്നതിനെ ഞാനും ആരാധിച്ചോളാം. നിങ്ങളുടേത് ഞാനും ആരാധിക്കുന്നില്ല, എന്റേത് നിങ്ങളും ആരാധിക്കണ്ട. കഴിഞ്ഞല്ലോ കാര്യം. എന്നിട്ട് ലക്കും ദീനക്കും വലിയതി, ശരിയെന്നാ എനിക്ക് എന്റെ മതം, നിനക്ക് നിങ്ങളുടെ മതം, ശരി, അങ്ങനെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുവിധം 10-13 വർഷം കക്ഷി ഉഡായിപ്പ് വേലകളൊക്കെ കാണിച്ചൊന്ന് പിടിച്ചു. ഈ 13 വർഷം ഉഡായിപ്പിന്റെ ഉസ്താദായി മക്കയിൽ വേരു പിടിപ്പിച്ചു കക്ഷി. തന്നെയുമല്ല, മക്കയിലാണല്ലോ. കക്ഷിയാണെങ്കിൽ കുന്നിൻ ചെരുവിലെ ഈത്തപ്പനയുമാണ്. വേണ്ടത്ര രൂപത്തിൽ ആളുകൾ അങ്ങോട്ട് അംഗീകരിച്ചില്ല. അങ്ങനെ വന്നപ്പോ കാക്ക പതിയെ ചുവടൊന്ന് മാറ്റിപ്പിടിച്ചു. ആരടാ വന്നിട്ട്? അല്ല അബ്ദുൽ ഗഫൂറെ, തള്ള എന്ന് പറഞ്ഞാൽ നിനക്ക് എന്താടാ അത്ര മോശമാണോ? എടാ, നിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത് പ്രകാരം ഉമ്മയെ വ്യഭിചരിക്കാൻ വരെ നിനക്കൊക്കെ അനുമതി നൽകിയ മതമല്ലേ ഇസ്ലാം, അല്ലേ? ഉമ്മയെ വ്യഭിചരിച്ചാലും ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പറയരുത് എന്ന് പഠിപ്പിച്ച മതമല്ലേ? അപ്പോൾ തള്ള മോശമാണോ? ആണോ? എടാ, ഞാൻ തള്ളയാണ്. എൻ്റെ മോൻ 22 വയസ്സാകാൻ പോകുന്നു.
പിന്നെ ഞാൻ തള്ളയല്ലേ? ഞാൻ ചെറുപ്പക്കാരിയാണെന്ന് പറഞ്ഞോ നിന്നോട്? ഞാൻ ഹൂറിയാണെന്ന് പറഞ്ഞോ? ഹൂറനെ അന്വേഷിച്ചു വന്നോ? അല്ലടാ, നിന്റെ ഉമ്മ വയസ്സെത്തി അയാൾ എടുത്ത് കിണറ്റിലിടുവോ? തള്ളയെന്ന് പറഞ്ഞാൽ എന്താടാ? നിനക്കൊക്കെ മോശം സാധനങ്ങളാ. നിനക്കൊക്കെയാണ് അങ്ങനെ തള്ളമാര്. ഞങ്ങൾക്ക് തള്ള എന്ന് പറഞ്ഞാൽ പവിത്രമാണ് കേട്ടോ. അവർക്ക് നൽകേണ്ടുന്ന സ്നേഹവും ബഹുമാനവും ഒക്കെ നമ്മൾ കൊടുക്കും. എന്തായാലും വ്യഭിചരിക്കണം എന്ന് പറയും. പോരെ പോരെ? അനസെ, ഉമ്മ നായുടെ അടുത്ത് പോയതാണോ അതോ നായ ഉമ്മാടെ അടുത്ത് വന്നതാണോ? എങ്ങനെയാടാ അതിന്റെ ഒരു 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 ഇത് അത് മനസ്സിലാകുന്നില്ലല്ലോ. അപ്പോ നീ നായിന്റെ മോനാകുമ്പോൾ അതോ വാപ്പ ഇനി പട്ടിയുടെ അടുത്ത് പോയോ? എന്തുവാടേ? അപ്പോ മര്യാദയ്ക്ക് സംസാരിച്ചിട്ടില്ലെങ്കിൽ നിന്റെ തള്ളയ്ക്കും തന്തയ്ക്കും ഞാൻ പറയും കേട്ടോ. എന്റെ തന്തയ്ക്ക് വിളിച്ചാല് നിന്റെ തന്തയുടെ തന്തയ്ക്ക് ഞാൻ വിളിക്കും. മനസ്സിലായോ? ഞാൻ വിളിക്കുന്നത് നിന്നെ പോലെ അതിന്റെ മോനെ എന്നായിരിക്കില്ല കേട്ടോ. നിന്റെ ഉമ്മ ഒരു മൃഗഭോഗിയാണ് എന്നായിരിക്കും ഞാൻ പറയുക. നിന്റെ വാപ്പ ഒരു മൃഗഭോഗിയാണ് എന്നായിരിക്കും ഞാൻ പറയുക. അതുകൊണ്ട് വീട്ടിലിരിക്കുന്ന തന്തയെയും തള്ളയെയും പറയിപ്പിക്കാതെ മര്യാദയ്ക്ക് ഒരു മൂലയ്ക്ക് പോയി ഇരുന്നോ നീ. നിന്നെ ഒന്നും ഇങ്ങോട്ട് ആരും വിളിച്ചിട്ടില്ല. അതുകൊണ്ട് പറയുന്നത് ദഹിക്കാത്തവര് ഒരുത്തനെയും ഇങ്ങോട്ട് ആരും നിർബന്ധിച്ച് വിളിച്ചിട്ടില്ല കേട്ടാ. ശരി, ഒന്നും പറയുന്നില്ല, വിട്ടു. നമ്മുടെ അഡ്മിന്മാരുണ്ട്, അവര് മറുപടി കൊടുത്തോളും. അപ്പോ നബി അണ്ണന് വാപ്പയില്ലാത്തത് എന്റെ കുഴപ്പം കൊണ്ടല്ല. നബി അണ്ണൻ ഇല്ലാത്തത് എനിക്കുണ്ട്. അതുകൊണ്ട് എന്നെ ചീത്ത പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല കേട്ടോ. ഈ തെറി പറയുന്ന ആളുകളുടെ പേരൊന്ന് നോക്കി വെച്ചോ. തന്നി മദ്രസ പൊട്ടന്മാര്. ഈ തനി മദ്രസ പൊട്ടന്മാര് മദ്രസയിൽ പോയി ഉസ്താദിനെ കമിഴ്ന്നും മലർന്നും കിടന്ന് ഈ വെളിച്ചെണ്ണ പ്രയോഗം മാത്രം ചെയ്തിട്ടുള്ളത് കൊണ്ട് സംസ്കാരം എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല. നിൽക്കട്ടെ. അങ്ങനെ നമ്മുടെ നബി അണ്ണൻ 10-13 വർഷം ഈ കാപഢ്യത്തിന്റെ മുഖമൂടിയൊക്കെ അങ്ങനെ ആയിട്ട് തട്ടിമുട്ടിയൊക്കെ പോയി. അങ്ങനെ സ്വന്തം വിശ്വാസങ്ങളെ തള്ളിപ്പറഞ്ഞ മമ്മദണ്ണനെ ഒടുവിൽ മക്കാരും എടുത്ത് കിണ്ടി വെളിയിൽ. തന്റെ സുഹൃത്തുക്കളുടെയും ഗോത്രക്കാരുടെയും കുടുംബങ്ങളുടെയും ഒക്കെ സംരക്ഷണം ഉണ്ടായിട്ടും അദ്ദേഹം ആക്രമിക്കപ്പെടുന്നു. അദ്ദേഹത്തെ സംരക്ഷിക്കുന്നവരൊക്കെ മുടിഞ്ഞു പോകുന്നു. തങ്ങളുടെ ഗോത്രത്തിന്റെ ദൈവങ്ങളെ തള്ളിപ്പറഞ്ഞതിന്റെ പേരിൽ അയാളെ പിന്തുടർന്ന ആളുകൾക്കൊക്കെ ഒരുപാട് ഉപദ്രവങ്ങൾ നേരിട്ടു. ചോദിക്കട്ടെ, നമ്മുടെ നബി അണ്ണന്റെ വാപ്പയെ കുറിച്ചിട്ടൊന്ന് അറിയാൻ താല്പര്യമുണ്ട്. ഒന്ന് ആർക്കെങ്കിലും കിട്ടുന്നെങ്കിൽ നബി അണ്ണന്റെ വാപ്പയെ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പോ ആദ്യം നമുക്ക് ബേസ് വേണ്ടേ, അടിസ്ഥാനം വേണ്ടേ? വാപ്പയും ഉമ്മയും ഒരുമിച്ച്, അല്ല വാപ്പയും മകനും ഒരുമിച്ച് വിവാഹിതരാകുമല്ലേ? നിങ്ങളോടതൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ഗ്രന്ഥങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. കാക്കാമാരൊക്കെ വന്നിട്ടുണ്ടല്ലോ വല്ലാതെ. വല്ലാതെ കാക്കാമാരൊക്കെ കയറി വന്നിട്ടുണ്ടല്ലോ. റെനി നോക്കിക്കോ. അപ്പോ നമ്മുടെ മമ്മദണ്ണന്റെ അത്ഭുത ജനനത്തെ കുറിച്ച് മക്കയിലും മദീനയിലും ഒക്കെ പരക്കെ അറിയപ്പെട്ടു. അവരൊക്കെ ശക്തമായിട്ട് പല കാര്യങ്ങളും ചോദിച്ചു.
1400 കൊല്ലങ്ങൾക്ക് മുമ്പ് അറേബ്യയില് മക്കയില് അബ്ദുൽ മുത്തലിബ് എന്നൊരു മനുഷ്യനും അദ്ദേഹത്തിന്റെ മകനായ അബ്ദുള്ളയും കൂടി ഒരു വീട്ടിൽ വിവാഹം ആലോചിക്കാൻ വേണ്ടി പോകുന്നു. ആ വീട്ടിലെ 2 പെണ്ണുങ്ങളെ, ഒന്നിനെ വാപ്പയും കിട്ടുന്നു, ഒന്നിനെ മോനും കിട്ടുന്നു. ഒന്ന് വഹബിന്റെ മകളാണ് ആമിന. വഹബിന്റെ മകള് വാഹിബ് എന്ന വ്യക്തിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ വാഹിബിന്റെ വീട്ടിൽ പോയിട്ട് വാഹിബിന്റെ സഹോദരിയുടെ പുത്രിയെ തന്തയും കെട്ടുന്നു, വാഹിബിന്റെ മകളെ മോനും കെട്ടുന്നു. എന്നിട്ട് വാപ്പ ജീവിച്ചിരിപ്പുണ്ട്, മകൻ മരിച്ചു. ഞാൻ തലയിൽ തട്ടമിടണോ, ഞാൻ ഈ തട്ടം എവിടെ ഇടണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്. ഈ മദ്രസ പൊട്ടന്മാരെ കൊണ്ട് തോറ്റല്ലോ. ഇവന്മാരൊക്കെ നീയൊക്കെ നിന്റെ വീടുകളിലുള്ള പെണ്ണുങ്ങളെ പോയിട്ട് ഈ സർക്കസ് പഠിപ്പിച്ചാ മതി കേട്ടാ. ഞാനിത് എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഒരു 5ന്റെ വിവരവും പൊക്കണവും ഇല്ലാതെ ഇറങ്ങി വന്നേക്കുക. ഓരോരുത്തര് ലൈവില് വന്നിട്ട് പൂര തെറിയും വിളിച്ച് കൊള്ള നല്ലതാ. പാപ്പ തന്നെ ചെറിയ പ്രായത്തിലെ നായിന്റെ മോനെ എന്ന് വിളിച്ച് കേട്ട് പഠിച്ചവന്മാരാണ് ഇവിടെയും വന്ന് ഇത് വിളിക്കുന്നത്. കുറച്ച് കഴിയുമ്പോ മോനും വിളിക്കും വാപ്പായ നായിന്റെ മോനെ എന്ന്. ഇതൊക്കെയാണ് നിന്റെയൊക്കെ കൾച്ചർ. ഈ ബലാക്കളെയൊക്കെ പറഞ്ഞു വിടുന്നേ സംസ്കാരം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത നാറികള്. എന്തുവാണ് പറയുന്നതെന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വേണ്ടേ. അപ്പോ വാപ്പ ജീവിച്ചിരിപ്പുണ്ട്, വാപ്പയുടെ ഭാര്യയും. മകൻ മരിച്ചുപോയി. ആ മകൻ മരണപ്പെട്ട് 2 വർഷം കഴിഞ്ഞിട്ടാണ് മരുമകൾ പ്രസവിക്കുന്നതെങ്കിൽ അതിന്റെ പേരാണ് വ്യഭിചാരം. അതിന്റെ പേരാണ് ജാരസന്തതി. അത് പറയുമ്പോ എന്തിനാണ് നീയൊക്കെ ഇങ്ങനെ കിടന്ന് ഇളകുന്നത്? ഇബ്നു ഹിഷാമിന്റെ ചരിത്ര പുസ്തകം സീറത്ത് ഇബ്നു ഹിഷാം കേട്ടിട്ടുണ്ടോ? ഇബ്നു സഅദിന്റെ കിതാബു തബഖാത്ത് കേട്ടിട്ടുണ്ടോ? അതൊക്കെ എടുത്തൊന്ന് നോക്കണം. 1-ാം വോള്യം പേജ് നമ്പർ 94-ലും 95-ലും അൽ ഹലബിയുടെ സീറത്തുൽ ഹലബി എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 1-ാം വോള്യത്തിൽ 51-ാമത്തെ പേജിലും ഒക്കെ കൃത്യമായിട്ട് ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മകൻ മരിച്ച് 2.5 വർഷം കഴിഞ്ഞിട്ട് മരുമകൾ പ്രസവിച്ചാൽ തന്റെ മോന്റെ കുട്ടിയാണെന്നും പറഞ്ഞപ്പോ ഏറ്റെടുക്കത്തക്ക രൂപത്തിൽ അബ്ദുൽ മുത്തലിബിന് തലയ്ക്ക് ഭ്രാന്തൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അബ്ദുൽ മുത്തലിബിന്റെയും ഭാര്യ ഹല, അവരുടെ വിവാഹവും അവരുടെ മകനായിട്ടുള്ള അബ്ദുള്ളയുടെയും ആമിനയുടെയും വിവാഹം ഒരേ ദിവസം തന്നെ നടന്നതായിരുന്നു എന്ന് പ്രസിദ്ധ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇസ്ലാമിക ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതല്ലേ ഇബ്നു സഅദിന്റെ കിതാബ് തബഖാത്തുൽ കബീർ. അദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞു, ചില മാസങ്ങൾക്കകം തന്നെ മകൻ മരിക്കുന്നു. ഇതൊക്കെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന വസ്തുതയാണ്. നമുക്ക് വേറൊന്നുമില്ല പറയാനുള്ളത് ഇതേ ഉള്ളൂ. അബ്ദുൽ മുത്തലിബും മകൻ അബ്ദുള്ളയും ഒറ്റ ദിവസം വിവാഹം കഴിക്കുന്നു, 2 സ്ത്രീകൾ. വിവാഹം കഴിഞ്ഞ് ചില മാസം കഴിഞ്ഞപ്പോൾ മകൻ മരണപ്പെടുന്നു. പിന്നീട് പാപ്പയുടെ ഭാര്യ ഗർഭിണിയായിരുന്നു എന്ന് പറയുന്നു, മകന്റെ ഭാര്യയും ഗർഭിണിയായിരുന്നു എന്ന് പറയുന്നു. 2 പേരും ഓരോ ആൺകുഞ്ഞുങ്ങളെ പ്രസവിക്കും. എത്ര വ്യത്യാസം വരും പ്രായത്തില്? ഇത്രയല്ലേ വരുള്ളൂ. ഈ 2 സ്ത്രീകളും ഒരേ ദിവസം വിവാഹിതരാകുന്നു. അതിൽ ആമിനയുടെ ഭർത്താവ് വിവാഹം കഴിഞ്ഞ് ചില മാസങ്ങൾക്കകമാണ് മരിക്കുന്നത്. 2 സ്ത്രീകൾക്ക് മക്കൾ ഉണ്ടാകുന്നെങ്കിൽ അവർ തമ്മിലുള്ള പ്രായ വ്യത്യാസം എത്ര വരും? എന്തായാലും 2.5 വയസ്സ് വരത്തില്ലല്ലോ. അതേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരേ സമയത്താണ് ഇവർ 2 പേരും ഗർഭം ധരിക്കുന്നതെങ്കിൽ ഈ ഹല പ്രസവിക്കുന്ന ഹംസയും ആമിന പ്രസവിക്കുന്ന മുഹമ്മദും ഏതാനും മാസങ്ങളുടെ വ്യത്യാസമേ വരൂ ശാസ്ത്രീയമായിട്ട്. ഹലയ്ക്ക് പിന്നീട് ഗർഭിണിയാകാൻ സാഹചര്യവുമുണ്ട്. എന്തായിരുന്നാലും ശരി, ഈ ആമിന പ്രസവിക്കുന്ന മുഹമ്മദ് ഹല പ്രസവിക്കുന്ന ഹംസയേക്കാൾ മൂത്താളാകും. ഇല്ലല്ലോ. മുഹമ്മദ് ഒരിക്കലും ഹംസയേക്കാൾ 6 മാസത്തിലധികം പ്രായവ്യത്യാസം ഉണ്ടാകാനിടയില്ല. പക്ഷേ എന്തുവാടേ ഇതൊക്കെ?
ഇസ്ലാമിക പ്രമാണ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ ഹംസയേക്കാൾ 4 വയസ്സിന് ഇളയവനാണ് മുഹമ്മദ് എന്ന് കിട്ടും. അതിന്റെ അർത്ഥം എന്താ? ഹംസ ജനിച്ച് 4 വർഷം കഴിഞ്ഞപ്പോഴാണ് ഭർത്താവ് മരിച്ച ആമിന ഗർഭിണിയാകുന്നത് എന്നല്ലേ അതിന്റെ അർത്ഥം? സിമ്പിൾ. അപ്പോ യേശുവിന്റെ വാപ്പയെ തപ്പുന്നതിന് മുമ്പ് നമ്മുടെ മമ്മദണ്ണന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒന്ന് പൂരിപ്പിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവരുടെ വാപ്പയെയും ഉമ്മയെയും ഒക്കെ പൂര തെറി വിളിക്കാൻ നിനക്കൊക്കെ കേട്ടോ. അതായിരിക്കും നല്ലത്. നമ്മളതൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. നമ്മൾ പറയാനുള്ളത് പറയും. അപ്പൊ ഇവരെ എന്നെ അറഞ്ചം പുറഞ്ചം തന്തയ്ക്ക് വിളിക്കുന്നുണ്ട്. അല്ലടാ, എനിക്ക് വിളിക്കാൻ ഒരു തന്തയുണ്ട്, തള്ളയും. എന്തായാലും അവിഹിത ഗർഭമല്ല, അത് 100% ഉറപ്പാണ്. അതുകൊണ്ട് തൽക്കാലം നീയൊക്കെ മറ്റുള്ളവരുടെ തന്തയെയും തള്ളയെയും ഒക്കെ അന്വേഷിക്കുന്നതിന് മുമ്പ് നമ്മുടെ മമ്മദണ്ണന് മര്യാദയ്ക്കൊരു വാപ്പായെ കൊണ്ടു. കാക്കാമാര് വന്നിട്ട് തെറി പറയുന്നത് കേൾക്കുന്നുണ്ടോ? സുന്നത്താണ്, സുന്നത്ത്. ഈ തെറികളൊക്കെ കണ്ടുപിടിച്ചത് തന്നെ ഈ നാറികളാ. ഇവിടെ പറയുന്നത് ഇതെന്റെ ലൈവല്ലടാ മുഹമ്മദ് സഫ്വാനെ. നിന്റെ നബിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോ നിനക്ക് എന്തിനാടാ ഇത്രയും വിഷമം ഉണ്ടാവുന്നത്? ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കട്ടെ. നബിക്ക് പാസ്പോർട്ട് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് വിഷമമുണ്ട് അതില്. ഒരു വോട്ടർ ID കാർഡ് കാണിക്കണമെങ്കിൽ, എടുക്കണമെങ്കിൽ ആധാർ കാർഡ്, അതൊക്കെ ഇങ്ങനത്തെ ചില സാധനങ്ങളൊക്കെ വേണ്ടേ? അതിനെ കുറിച്ച് പറയുമ്പോ നിങ്ങൾ ഇങ്ങനെ വെകിളി പിടിച്ചിട്ട് എന്താ കാര്യം? ഉള്ള കാര്യമല്ലേ ചോദിച്ചുള്ളൂ. ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കാണിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ തന്തയ്ക്ക് പറയൽ നിർത്തണം. സിമ്പിൾ. നമുക്കേ കയ്യില്ല, നമ്മൾ എന്തിനാടാവേ വിരലില്ലാത്തവനെ കുറ്റം പറയാൻ പോകുന്നത്? ഞാനിത് മര്യാദയ്ക്ക് ഓടിച്ചിട്ട് പറഞ്ഞവിടെ നിർത്തിയതാ. വീണ്ടും എന്നെ കൊണ്ടിത് പറയിച്ചേ അടങ്ങൂ എന്ന് പറഞ്ഞപ്പോ മാരിറങ്ങി തിരിച്ചാൽ എന്തോ ചെയ്യും? അതുകൊണ്ട് മമ്മദണ്ണന്റെ വാപ്പയെ കാണാനില്ല. ദയവായിട്ട് കണ്ടു കിട്ടുന്നവർ ഏതെങ്കിലും അടുത്തുള്ള പള്ളികളിൽ ഒന്ന് അറിയിക്കണം. ഇത്രേ പറയും. ഇനിയും ഖുർആനിനെ കുറിച്ച് ഇനി ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന് ഒരു വാപ്പയുണ്ടോ? ഒരു പിതാവ് വേണ്ടേ? എല്ലാത്തിനും വാപ്പ വേണ്ടേടേ. ഞാന് രസകരമായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഖുർആൻ പറഞ്ഞു, വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവരുടെ പക്കൽ നിന്നായിരുന്നു ഈ വചനങ്ങൾ ഇറങ്ങിയതെങ്കിൽ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ, ധാരാളം വൈരുദ്ധ്യങ്ങൾ അതിനകത്ത് കാണുമായിരുന്നു. ശരി, നബിക്ക് വാപ്പയില്ലെന്ന് ഉറപ്പായല്ലോ. ഇനി ഖുർആനിനൊരു വാപ്പയുണ്ടോ എന്ന് അറിയട്ടെ. നിങ്ങൾ എന്നെ പ്രകോപിപ്പിച്ച് എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നതാണ് കേട്ടോ. പിതാവില്ലാത്ത ഗ്രന്ഥമാണ് ഖുർആൻ. ഇത് ആര് ആരോട് എപ്പോൾ എന്തിനു പറഞ്ഞു? അല്ല, എല്ലാവരും സ്നേഹിച്ചോട്ടെ, അതിനെന്താ? ലോകത്ത് മുസ്ലിങ്ങൾ മുഴുവനും പൊട്ടന്മാരല്ല. ഇത്രയും ആളുകൾ ഒന്നുപോലെ സ്നേഹിക്കുന്നു എന്ന് കരുതി എനിക്ക് തോന്നുന്ന സംശയങ്ങൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റുവോ? അതായത് ഹിന്ദു ഭൂരിപക്ഷമുള്ള ഈ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ
വിഗ്രഹങ്ങളെ ആരാധിക്കുമ്പോൾ ആ വിഗ്രഹാരാധനയെ 1400 കൊല്ലമായി ഇസ്ലാം മത പുരോഹിതന്മാർ എതിർക്കുന്നില്ലേ? എന്തേ എതിർക്കും കാരണം? നിങ്ങൾക്കൊരു അല്ലാഹു പോരേ എന്നൊക്കെ പറഞ്ഞിട്ട് അടക്കി നിങ്ങൾ വിളിക്കുന്നില്ലേ? 5 നേരം മൈക്ക് കെട്ടി അല്ലാഹു അക്ബർ വിളിച്ചു പറയുന്നില്ലേ? എന്റെ അല്ലാഹു മാത്രമാണ് വലിയവൻ, എന്റെ അല്ലാഹു മാത്രമാണ് വലിയവൻ. എന്തിനാ അങ്ങനെ പറയുന്നത്? ഭൂരിപക്ഷം ബഹുദൈവാരാധകർ ജീവിക്കുന്ന നാടല്ലേ ഇത്? അപ്പോൾ കൂടുതൽ മുസ്ലിങ്ങൾ നബിയെ സ്നേഹിക്കുന്നു എന്ന് കരുതി നമുക്ക് ശരിയാണ് എന്ന് തോന്നിയ ഒരു ആശയം പറയാതിരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. പറ്റുമോ? രമേശേ, ഞാൻ തട്ടമിടണോ ഇടണ്ടേ എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്, കേട്ടോ. രമേശിന് എന്റെ തട്ടം കാണുമ്പോൾ കുരു പൊട്ടുന്നെങ്കിൽ ഒരു മൂലയ്ക്ക് പോയി മാറിയിരുന്ന് പൊട്ടിക്ക് ചെല്ല. ഞാൻ തട്ടമിടുന്നത് മാത്രമല്ല നീയൊക്കെ കണ്ടിട്ടുള്ളൂ. ഞാൻ തട്ടമിടാതെ വീഡിയോ ചെയ്യുന്നൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇതെന്റെ ചോയ്സ് ആണ്. എനിക്ക് വേണമെങ്കിൽ ഞാൻ ഇടും, അല്ലെങ്കിൽ ഞാൻ ഇടത്തില്ല. എന്തേ? ഇതൊരു മതത്തിന്റെ ചിഹ്നമാക്കി നീയൊക്കെ മാറ്റുന്നതാ. രമേശ് വല്ലാതെ കുരു പൊട്ടിക്കണ്ട, ഒരു മൂലയ്ക്ക് പോയിരുന്നു. അപ്പോ അല്ല, പൊന്നൂസ് തീട്ടമാണോ തിന്നുന്നത് മോനെ? ആ തീട്ടം തിന്ന ബുദ്ധിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നബി അണ്ണൻ ശരിക്കും വാപ്പയുണ്ടോ എന്ന് നീ അന്വേഷിക്കുമായിരുന്നു, ആലോചിക്കുമായിരുന്നു, കേട്ടോ. ശരി, നോക്കോ. ഖുർആനിലെ 4-ാം അധ്യായമായ സൂറത്ത് നിസായിലെ 82-ാമത്തെ വചനത്തിൽ അല്ലാഹു ചോദിക്കുവാണ്, ഖുർആൻ നിങ്ങളൊന്ന് മനസ്സിരുത്തി ചിന്തിക്കും. നിങ്ങളുടെ ഹൃദയങ്ങൾ താഴിട്ട് പൂട്ടിയിരിക്കുവാണോ? അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾക്കൊന്ന് ചിന്തിച്ചൂടെ? അല്ലാഹു അല്ലാത്തവരുടെ പക്കൽ നിന്നായിരുന്നു ഈ ഗ്രന്ഥം അവതരിച്ചിരുന്നതെങ്കിൽ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഇതിനകത്ത് ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണുമായിരുന്നു. അപ്പോ അല്ലാഹുവാണ് ഇതിന്റെ ഗ്രന്ഥകർത്താവ് എന്നാണ് ഖുർആൻ പറയുന്നത്. നോക്കാം. 10-ാം അധ്യായം യൂനസ്, അതിലെ 64-ാമത്തെ വാക്യത്തിൽ അല്ലാഹു പറയുന്നു, ലാ തബ്ദീല, മാറ്റമുണ്ടാകുകയില്ല, ലിക്കലിമാത്തിൽ, അല്ലാഹുവിന്റെ വചനങ്ങൾക്ക് മാറ്റമുണ്ടാകി. അല്ലാഹുവിന്റെ പക്ഷത്ത് നിന്നാണോ ഈ ഗ്രന്ഥം എന്ന് നമുക്കറിയാം. സിമ്പിൾ ആയിട്ട് ഒരു കാര്യം മാത്രം പറഞ്ഞു പോകാനാണ്. എന്നിട്ട് അല്ലാഹു പറയാണ്, ലാ മുബദ്ദല ലികലിമാതിഹി, അല്ലാഹുവിന്റെ വചനങ്ങളെ ഭേദഗതി ചെയ്യാൻ ആരുമില്ല. അധ്യായം 15 അൽ ഹിജ്ർ 9-ാമത്തെ വചനം. ഇനി അല്ലാഹു പറയാണ്, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ, ഈ ഖുർആൻ നാമാണ് അവതരിപ്പിച്ചത്, നമ്മൾ തന്നെ ഇതിനെ സംരക്ഷിക്കുകയും ചെയ്യും. 16-ാം അധ്യായമായ നെഹിലിലെ 101-ാമത്തെ വചനം. ഇത്രയും നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാവും. അടുത്തത് അല്ലാഹു പറയാണ്, ഒരു വചനത്തിന് മറ്റൊരു വചനം നാം പകരമാക്കിയാൽ, ആദ്യം എന്താ പറഞ്ഞേ? ഇതിനെ പകരം കൊണ്ടുവരാൻ ആർക്കും പറ്റില്ല, ഇതിനെ മാറ്റാൻ ആർക്കും പറ്റില്ല എന്നാ പറഞ്ഞേ. ഇതിന് പകരം കൊണ്ടുവരാൻ ആർക്കും പറ്റില്ല എന്നാ പറഞ്ഞു. എടാ, എന്റെ മൂക്കും വായും ഒക്കെ നീ എന്തിനാടാ ഈ കാണാൻ വരുന്നത്? ഇതൊക്കെ പടച്ചോൻ സൃഷ്ടിച്ചതല്ലടാ. നീ പടച്ചോനോട് ചോദിച്ചിട്ടാണോ നിനക്ക് സുന്ദരമായിട്ടുള്ള മോന്ത കിട്ടിയത്? എടാ, ഇതൊക്കെ നിങ്ങളെ അല്ലാഹു സുന്ദരനാണെന്നും സൗന്ദര്യത്തോടു കൂടി സൃഷ്ടിക്കുമെന്നും പറഞ്ഞിട്ട് എന്റെ കണ്ണും മൂക്കും വായും ഒക്കെ ഇങ്ങനെ ആക്കിയത് നിന്റെ പടച്ചോന്റെ സൃഷ്ടി വൈകല്യമാ. നിനക്ക് എന്തെങ്കിലും എന്റെ രൂപത്തിൽ വൈരൂപ്യം തോന്നുന്നെങ്കിൽ അത് നിന്റെ പടച്ചോന്റെ കുറവാണ്. നിന്നെ പൂർണ്ണലിംഗത്തോടു കൂടിയല്ലേ അല്ലാഹു ഇറക്കിയത്. ഇറക്കി കഴിഞ്ഞപ്പോ വാപ്പയും ഉമ്മയും കൂടി ഒരു മൊന്നായി വിളിച്ചോണ്ട് വന്നിട്ട് അറ്റം ചെത്തി കളഞ്ഞില്ലേ? എന്നിട്ട് എന്താ പറയുക? അല്ലാഹു പൂർണ്ണതയിൽ സൃഷ്ടിച്ചവനാണെന്ന്. ആ പൂർണ്ണതയിൽ സൃഷ്ടിച്ചത് ആ ലിംഗത്തിന്റെ അറ്റം എന്തിനാടാ കളഞ്ഞ്? അപ്പൊ ഇത് പടച്ചോന്റെ കുഴപ്പമാണ്, നമ്മുടെ കുഴപ്പമല്ല. അപ്പോ അള്ളാഹുവിന്റെ വചനത്തിന് മാറ്റമില്ല, ഭേദഗതി ചെയ്യാൻ ആർക്കും പറ്റില്ല എന്ന് പറഞ്ഞു. ഇനി അള്ളാഹു പറയാണ്, ഒരു വചനത്തിന് മറ്റൊരു വചനം നാം പകരമാക്കിയാൽ അള്ളാഹു അവൻ ഇറക്കുന്നതിനെ പറ്റി അറിയുന്നതാണ്. ആദ്യം ഇറക്കത്തില്ലെന്ന് പറഞ്ഞില്ലേ?
വന്ന വഴിക്ക് അള്ളാഹുവിന്റെ തല എവിടെയോ തട്ടിയെന്ന് തോന്നുന്നു. ഒരിക്കൽ പറയുന്നതല്ല കക്ഷി, പിന്നെ പറയുന്നത് പറയും, ഉടനെ തന്നെ ഇത് മാറ്റി. അടുത്ത വചനം, അത് 2-ാം അധ്യായമായ ബക്കറയിലെ 106 അള്ളാഹു പറയുന്നത്. എന്നിട്ട് പറയാണ്, നാം ഏതെങ്കിലും ഒരു വചനം ദുർബലപ്പെടുത്തുകയോ അതിനെ വിസ്മൃതമാക്കുകയോ ചെയ്താൽ അതിനേക്കാൾ നല്ലതോ അതുപോലെയുള്ളതോ കൊണ്ടുവരും. ഇത് എന്ത് പടച്ചോനാണ്? ഒരു കാര്യം പറഞ്ഞിട്ട് അത് റദ്ദ് ചെയ്തിട്ട് അതുപോലുള്ളത് പിന്നെയും കൊണ്ടുവരും. എന്തോത്തിന്? അത് ഇല്ലാതാക്കിയിട്ട് അതുപോലുള്ള ഒരെണ്ണം കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? അല്ല, അതല്ലെങ്കിൽ അതിനേക്കാൾ നല്ലത്, ആദ്യം തന്നെ അതിനേക്കാൾ ഏറ്റവും നല്ലത് അങ്ങ് ഉണ്ടാക്കി ഇറക്കിയാ പോരായിരുന്നു. പറ്റിയില്ല. ഇന്ന് ഇസ്ലാമിനെ ആരെങ്കിലും വിമർശിച്ചാൽ അവർക്ക് നിലനിൽപ്പ് തന്നെ ബുദ്ധിമുട്ടിലാകും കേട്ടോ. ഇസ്ലാമിനെ തന്ത്രപരമായി ആർക്കാണോ പ്രീണിപ്പിച്ച് നിൽക്കാൻ പറ്റുന്നത്, ചില രാഷ്ട്രീയക്കാരെ പോലെ, അവർക്കിവിടെ നിലനിൽപ്പുണ്ടാവും. അല്ലാത്തവരുടെ കാര്യം ബുദ്ധിമുട്ടായിരിക്കും. അതല്ലേ ഇപ്പൊ രാഷ്ട്രീയക്കാരും കളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെ പൊക്കിപ്പറഞ്ഞ് മാക്സിമം പൊക്കിപ്പറയണം. അവരെ വേദനിപ്പിക്കരുത്. അവരുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തരുത്. അവരുടെ ഇത്തരം വിഡ്ഢിത്തങ്ങളെയും വഷളത്തരങ്ങളെയും വൃത്തികേടുകളെയും ഒക്കെ എന്ന് പറഞ്ഞ് പാടിപ്പുകഴ്ത്തിപ്പോയാൽ സൂപ്പർ. വിമർശിക്കരുത്. അല്ലെങ്കിൽ തന്നെയും വിമർശനങ്ങൾ തീരെ അസഹിഷ്ണുതയോടുകൂടി മാത്രം കാണുന്ന ഒരു വിഭാഗമാണ് കാക്കാമാര്. നിങ്ങള് മുമ്പ് കണ്ടിട്ടുണ്ടാകും, നമ്മുടെ വേടൻ കാക്കയുണ്ട്. ഈ വേടന് വേണ്ടി ആരൊക്കെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ കിടന്ന് പാടിപ്പുകഴ്ത്തിയതെന്ന് നിങ്ങളൊന്ന് ഓർത്തു പറഞ്ഞു. എത്രയെത്ര ഉസ്താദുമാരാണ് വേടന് വേണ്ടി സംസാരിക്കാൻ വന്നത്. ബലാത്സംഗി, ലഹരി ഉപയോഗിച്ച് കാണിച്ചു കൊടുക്കുന്നു. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ വരെ പുലഭ്യം പറയുന്നു. യാസർ അറഫാത്തിനെ പൊക്കിപ്പിടിക്കുന്നു. ഗാസയെ വാനോളം പൊക്കുന്നു. എന്തൊക്കെയാടെ ഇയാളൊക്കെ കാണിച്ചു കൂട്ടി. ആ വേടനെ പബ്ലിക്കായിട്ട് വന്ന് അവൻ കള്ളുകുടിക്കുന്നത് കേട്ടോ. അവനെ പൊക്കിപ്പറയാൻ, അവനു വേണ്ടി സംസാരിക്കാൻ എത്രയെത്ര യൂട്യൂബുകളാണ് ഉസ്താദുമാര് പ്രയോജനപ്പെടുത്തിയത്. എന്നിട്ടോ ഇപ്പം മിണ്ടുന്നില്ലല്ലോ. എന്താ മിണ്ടാത്തത്? സഫ്വാന് പോകാൻ സമയമായി കേട്ടോ. സഫ്വാനെ, നിന്നോട് ഞാൻ എന്നെ ടീച്ചറെ എന്ന് വിളിക്കാൻ പറഞ്ഞോ? ഞാൻ പറയുന്ന വിഷയത്തെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടൊരു മൂലയ്ക്ക് പോയിരിക്കടാ ചെല്ല്. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ നിനക്ക് അഭിപ്രായമുണ്ടോ? ഉണ്ടോ? വാപ്പായെ വിളിക്കുന്ന വിളി എന്നെ വിളിക്കല്ലേ മോനെ. നിന്റെ വാപ്പായും നിന്റെ ഉമ്മായും ഒക്കെ കൃത്യമായിട്ട് നബിയെ പിൻപറ്റുന്നവരാണെങ്കിൽ അവർക്ക് എന്തായിരുന്നാലും ഒന്നുകിൽ വാപ്പ പട്ടിയെ സമീപിക്കും, സംശയമില്ല. അതല്ലെങ്കിൽ ഉമ്മ നായെ സമീപിക്കും, സംശയമില്ല. അതുകൊണ്ടാണ് നിന്നെ പോലെ ഒരു പേപ്പട്ടി ഉണ്ടായത്. സങ്കര ഇനമാണ്. നിൽക്കട്ടെ. അപ്പോ സഫ്വാൻ പോയി നബിക്ക് അന്തസ്സുള്ളൊരു വാപ്പയെ കൊണ്ട്, അന്തസ്സില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് തൽക്കാലം അന്തസ്സൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം, ഒരു വാപ്പയെ കൊണ്ട്. അപ്പോ ഇവര് വാനോളം പൊക്കിക്കൊണ്ട് നടന്നു വേടനെ. നിങ്ങള് വേടനെ കുറിച്ച് ഇവരൊക്കെ പറഞ്ഞ വീഡിയോകൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്രമാത്രമാണ് ഉസ്താദുമാരൊക്കെ എന്തിനായിരുന്നു ഗാസയെ പൊക്കി പറഞ്ഞതുകൊണ്ട്, പലസ്തീനെ പൊക്കി പറഞ്ഞതുകൊണ്ട്, മനസ്സിലായോ? യാസർ അറഫാത്തിനെ പൊക്കി പറഞ്ഞതുകൊണ്ട്, നരേന്ദ്രമോദിയെ തെറി പറഞ്ഞതുകൊണ്ട് പൊക്കിക്കൊണ്ട് നടന്നു. നാസർ കെവി, ഇത് സോഷ്യൽ മീഡിയയാണ്, അഭിപ്രായം പറയാം. തെറി പറഞ്ഞാൽ നിന്നെ ബ്ലോക്ക് ചെയ്ത് വിടാൻ എന്റെ സൈറ്റിൽ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. തെറിയോ അനാവശ്യം പറഞ്ഞാലോ തന്തയ്ക്ക് വിളിച്ചാലോ
എന്റെ ചാനലിലേക്ക് നിന്നെയൊക്കെ കയറ്റാതിരിക്കാൻ അടിച്ചോടിക്കാൻ ഇതിനകത്ത് ഓപ്ഷൻ ഉണ്ട്. അഭിപ്രായം പറയാം. നിന്റെ പള്ളിയിൽ കമിഴ്ത്തി കിടക്കുന്ന അഭിപ്രായം ഇവിടെ പറയണ്ട. അത് പറഞ്ഞാൽ ചവിട്ടി പുറത്താക്കും, അത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ. അത് ഇനിയും തുടരും കേട്ടോ. അതല്ലേ ഈ നൂറുകണക്കിന് ആയിരത്തോടടുക്കുന്നു തീവ്രവാദ സംഘടനകൾ. പടച്ചോന് ഇഷ്ടമാണ് ഈ തീവ്രവാദികളെ. അതുകൊണ്ട് പടച്ചോൻ ഇവരെ വളർത്തിക്കൊണ്ടുവരുവാണ്. അതുകൊണ്ടാണ് റെനി അവരെ നിയന്ത്രിക്കാൻ പറ്റാതാകുന്നത്. നിൽക്കട്ടെ. അപ്പോൾ നമ്മുടെ വേടനെ പൊക്കിക്കൊണ്ട് നടന്നവരാരും സ്ത്രീകളെ പ്രണയക്കെണിയിൽ വീഴ്ത്തി, സ്ത്രീകളുടെ ഗുഹ്യഭാഗമാണ് വേടനും പ്രിയം. എനിക്കിപ്പോഴാ മനസ്സിലായത് വേടൻ എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുന്നതെന്നും യാസർ അറഫാത്തിനെ വാനോളം പൊക്കുന്നതെന്നും എനിക്കിപ്പോഴാ മനസ്സിലായത്. അല്പം സമയമെടുത്തു. ഇത് പുറത്തു വരുമ്പോഴല്ലേ കക്ഷി ഇതിനെയൊക്കെ ഇഷ്ടപ്പെടാൻ എന്താണ് കാരണമെന്ന് മനസ്സിലായത്. മദ്രസയിലെ ശിശുപീഠകന്മാർ ഇവനെ വാനോളം പൊക്കിക്കൊണ്ട് നടക്കാൻ കാരണം എന്താണ് എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അവര് പള്ളിയിൽ ചെയ്യുന്നു, ഇവൻ പുറത്തു ചെയ്യുന്നു. വേദിക്ക് മുമ്പിൽ ഇവൻ റാപ്പ് പാടുന്നു, വേദിക്ക് പിന്നിൽ ഇവൻ റേപ്പ് ചെയ്യുന്നു. അത്രയുള്ള വ്യത്യാസം. എന്തായിരുന്നാലും നമ്മുടെ ടിജിക്ക് ഈ വിഷയത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട്. ഒന്ന് കേൾക്കാം. ടിജി ആവുമ്പോ രസകരമായ രൂപത്തിൽ, കൊള്ളത്തക്ക രൂപത്തിൽ അങ്ങോട്ട് പറഞ്ഞു. നമ്മുടെ അഡ്വക്കേറ്റ് ടി ജി മോഹൻദാസ് ഒരു വേടൻ ഫ്രൈ ആണ് ഉദ്ദേശിക്കുന്നത്. കേൾക്കാം. നട്ടത് പറിപ്പാനൊരു കാലം എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. നില്ല ടി ജി, നില്ല കാലം വന്നിരിക്കുന്നു. നടാനൊരു കാലം, നട്ടത് പറിപ്പാനൊരു കാലം എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. വേടനും നട്ടത് പറിപ്പാൻ വേടനൊരു കാലം വന്നിരിക്കുന്നു. വേടന്റെ പേരിൽ ഒരു ബലാത്സംഗ പരാതി ഉണ്ടായിരിക്കുന്നു. വേടൻ CPM-നും കേരളത്തിലെ സാംസ്കാരിക നായകന്മാർക്കും ഒക്കെ പ്രിയപ്പെട്ടവനായതുകൊണ്ട് ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. വല്ല സംഘപരിവാറുകാരനായിരുന്നെങ്കിൽ പാച്ചപ്പാതിലേക്ക് വീട് വളഞ്ഞ് 10-200 പോലീസുകാർ ഇരച്ചു കയറി വേടനെ പിടിച്ചു കെട്ടി ജീപ്പിന്റെ പുറകിലേക്ക് തള്ളിക്കയറ്റി കസ്റ്റഡിയിൽ എടുക്കുമായിരുന്നു. ബട്ട് വേടൻ ചെറുപ്പമാണെങ്കിലും ബുദ്ധിമാനാണ്. അയാളെ പിടിച്ചപ്പോൾ മുളങ്ങും പുളിങ്കൊമ്പിൽ തന്നെ പിടിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതാണല്ലോ ഒരു ഉറപ്പുള്ള പാർട്ടി. എന്ത് തെമ്മാടിത്തരം കാണിച്ചു കഴിഞ്ഞാലും അവര് സംരക്ഷിച്ചോളും. വേടന് ഭയങ്കര ഹൈപ്പ് കിട്ടി. പലരും എന്നോട് വേടനെ പറ്റി സംസാരിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒഴിഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ പ്രായത്തിൽ ഇതുപോലത്തെ കോപ്പറേറ്റീവ് കാണിച്ചുകൊണ്ട് നടക്കുന്നത് ചെറുപ്പത്തിൻ്റെ ഒരു സ്വഭാവമാണ്. റാപ്പ് സംഗീതം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞ് സ്റ്റേജിൽ കുത്തിമറിയുക. അപ്പോൾ ഇതൊക്കെ ചെറുപ്പക്കാർ ചെയ്യുന്നതാണെന്ന് വെറുതെ അതിലൊന്നും കയറി തലവയ്ക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വേണ്ടിയില്ല. അപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സാംസ്കാരിക നായകന്മാരും എല്ലാം കൂടെ വേടൻ എന്തോ ആർഷഭാരത സംസ്കാരത്തെ അങ്ങ് തകർത്ത് കളയാൻ പ്രാപ്തിയുള്ള ആളാണ്, മഹാനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, വാൽമീകി രാമായണം ഒഴിച്ച് കേരളത്തിലെ എല്ലാ കൃതികളും കാണാതെ പിടിച്ച ആളാണെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് വാഴ്ത്താൻ പറഞ്ഞു. യുവമാരുടെയൊക്കെ സ്വഭാവം പണ്ടേ അറിയാവുന്നതുകൊണ്ട് അപ്പോഴും ഞാനൊന്നും വേണ്ടിയില്ല. ഈ ഭാരതീയ സംസ്കാരത്തെയൊക്കെ ഓവർടേക്ക് ചെയ്ത് ഒരു വേടനുണ്ടാകുന്നത് ആദ്യമൊന്നുമല്ല. പഴയൊരു കഥയുണ്ട്. ഈ ഒരുപാട് കാലം പഴക്കം ചെന്ന ഒരു മരം വലിയ പൊക്കത്തിൽ തലയുയർത്തി നിൽക്കുന്നു. അപ്പൊ മഴക്കാലത്ത് ഈ ചോട്ടിൽ ചില ചെടികൾ വല്ലി കിളുക്കുക. ഇത് കിളുത്തിട്ട് ഈ മരത്തിൽ തന്നെ ചുറ്റി മരത്തേക്കാൾ പൊക്കത്തിലേക്ക് വന്ന് നിന്ന് കാറ്റത്ത് ആടും. അങ്ങനെ ആടിയ ഒരു വല്ലി മരത്തോട് ചോദിച്ചു, എടോ താൻ ഇങ്ങനെ എത്ര കാലമായിട്ട് നിൽക്കുന്നു? ഞാൻ കണ്ടില്ലേ മിന്നലെ പോലെ വളർന്ന് തന്നെക്കാളും പൊക്കത്തിലെത്തിയിരിക്കുന്നു. മരം ഒരു ചിരി ചിരിച്ചു. താൻ എന്താ ചിരിക്കുന്നത്? മരം പറഞ്ഞു, മോനെ, നീ ഞാൻ കാണുന്ന 120ാമത്തെ വള്ളിച്ചെടിയാണ് നീ. 120 സീസൺ കണ്ടിട്ടാണ് ഞാനിങ്ങനെ നിൽക്കുന്നത്. 120 കൊല്ലം വയസ്സായി എനിക്ക്. ഓരോ മഴ പെയ്യുമ്പോഴും പുതുമഴയ്ക്ക് നിന്നെ പോലെ ഒരെണ്ണം കിളുക്കും. എന്നെ തന്നെ ചുറ്റി എന്നെക്കാൾ പൊക്കത്തിൽ വന്ന് എന്നെ പരിഹസിക്കും. നാളെ വേനൽ വരുമ്പോൾ നീ വാടും, മഞ്ഞ് വരുമ്പോൾ നീ കരിയും, പോകും. അടുത്ത മഴയ്ക്ക് പുതിയൊരെണ്ണം കിളുക്കും. അതും വിചാരിക്കും ഞാൻ ഭാരതീയ സംസ്കാരത്തെക്കാൾ വളർന്നിരിക്കുന്നു. ഇങ്ങനെ എത്ര വേടന്മാരെ കണ്ടിരിക്കുന്നു ഭാരതീയ സംസ്കാരം. അതുകൊണ്ട് ഇതിൽ കവലപ്പെടാനൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് തള്ളിക്കളഞ്ഞു. ബട്ട് ഇതിനൊക്കെ പണ്ട് ദൈവം അല്പം പയ്യെ ഇപ്പൊ എന്തോ ദൈവം കൂടെ അപ്പൊ അക്കൗണ്ട് തീർക്കുന്ന തിരക്കിലാണ്. കമ്പ്യൂട്ടറൈസ് ചെയ്ത് കാണും പുള്ളിയുടെ അക്കൗണ്ട്. അതുകൊണ്ട്
വലിയ താമസിയാതെ തന്നെ അപ്പ വേടനുള്ള തിരിച്ചറിവ്. വേടനെതിരെ ബലാത്സംഗ കേസ് പാടത്തു ജോലിയും വരമ്പത്തു കൂലിയുമാണ്. ഇപ്പൊ പണ്ടൊക്കെ ആയിരുന്നു പിന്നെ കൊടുത്തിരിക്കുന്നത് ഒരു ലേഡി ഡോക്ടറാണ്, നിസ്സാരക്കാരിയല്ല. സംഭവം നമ്മൾ സാധാരണ കേൾക്കാറുള്ളത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, ലഹരി കൊടുത്ത് പീഡിപ്പിച്ചു,